എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ കുറച്ച് നേരത്തെ എണീറ്റ് രാവിലെ തന്നെ അടുക്കളയിൽ കയറി കേട്ടോ. അപ്പോൾ ചോറിനുള്ള അരിയൊക്കെ അടുപ്പത്തിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൽ തന്നെ 4-5 മുട്ടയൊക്കെ പുഴുങ്ങാൻ വെച്ച് അതൊക്കെ പുഴുങ്ങി എടുത്തിട്ടുണ്ട്. പിന്നെ ഇന്ന് ചപ്പാത്തിയും പൊടിച്ചമ്മന്തിയാണ്. അപ്പോൾ ചമ്മന്തിക്കുള്ള തേങ്ങയൊക്കെ തിരുവി വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് കുറച്ച് മുളക് പൊടിയും 2-3 ചുവന്നുള്ളിയൊക്കെ എടുത്ത് വെച്ച് അതൊക്കെ ഒന്ന് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ചമ്മന്തി കടുക് വറുക്കാൻ വേണ്ടി ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ച് അതൊന്ന് ചൂടായി വന്നപ്പം കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ച് കടുകൊക്കെ ഇട്ട് പൊട്ടിച്ച് പിന്നെ 3-4 ചുവന്നുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അതുമൊക്കെ ഇട്ടൊന്ന് ഇളക്കി പിന്നെ അരച്ചുകൊണ്ട് വന്ന ചമ്മന്തിയൊക്കെ അതിനകത്തിട്ട് നല്ലപോലെ ഇളക്കി പൊടി ചമ്മന്തിയാക്കി എടുക്കുകയാണ് കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ചപ്പാത്തിയൊക്കെ ചുട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് രാവിലെ നേരത്തെ എണീറ്റ് ഇന്ന് ഒരുപാട് ജോലിയുള്ളതുകൊണ്ട് നേരത്തെ തന്നെ എണീറ്റ് രാവിലെ ജോലികൾ ഒതുക്കിയിട്ട് പുറത്തോട്ടുള്ള ജോലിക്കൊക്കെ ഇറങ്ങാമെന്ന് കരുതി. അങ്ങനെ രാവിലെ തന്നെ ഓരോ കാര്യങ്ങൾ ഒതുക്കി ഉച്ചക്കലത്തേക്കുള്ള കറിയൊന്നും വെച്ചില്ല കേട്ടോ, ചോറ് മാത്രമേ വെച്ചോളൂ. അങ്ങനെ ചപ്പാത്തിയും ചമ്മന്തിയും ഓരോ മുട്ട പുഴുങ്ങിയതുമാണെന്ന് രാവിലെ കാപ്പിക്ക്. അപ്പോൾ രാവിലെ തന്നെ ഞങ്ങളത് രണ്ടുപേരും കൂടെ കഴിച്ച് പിന്നെ പിള്ളേർക്ക് 2 പേർക്കുള്ള മുട്ടയെടുത്ത് ഗോപുവിനും ചിക്കുവിനും അവന്മാർക്ക് പുഴുങ്ങിയാണ് കൊടുക്കുന്നത്. ബ്ലാക്കി പുഴുങ്ങിയ മുട്ട കഴിക്കത്തില്ല, അവൾക്ക് പച്ച മുട്ട മതി. അങ്ങനെ അവൾക്ക് ഒരു മുട്ട കൊടുത്ത് അവന്മാരെയൊക്കെ കൊടുത്ത് ഞാനും മോനും കൂടെ കാപ്പിയൊക്കെ കഴിച്ചതിന് ശേഷം ഇന്ന് പുറത്ത് നമ്മുടെ കോഴിയൊക്കെ ഇട്ടിരുന്ന ഷെഡ് എല്ലാം പൊളിച്ച് മാറ്റി വെക്കണം. അപ്പോൾ അതിനായിട്ട് ഇറങ്ങണം. അങ്ങനെ കാപ്പിയൊക്കെ കുടിച്ച് കഴിഞ്ഞ് അതിനായിട്ട് ഇറങ്ങി. അപ്പോൾ കാശുകുട്ടൻ ഇന്ന് സ്കൂളിൽ പോയില്ല, എന്നെ സഹായിക്കാൻ വേണ്ടി എൻ്റെ കൂടെ നിന്ന് കേട്ടോ. അങ്ങനെ ഞങ്ങൾ കാപ്പിയെല്ലാം കഴിഞ്ഞ് അടുക്കളയിലെ ജോലി ഒരുവിധം ഒതുക്കിയിട്ട് ഞങ്ങൾ ഷെഡൊക്കെ പൊളിക്കാൻ വേണ്ടി ഇറങ്ങി. ആദ്യമൊക്കെ കണ്ടപ്പോൾ കരുതി വേഗം ഷെഡൊക്കെ പൊളിച്ചെടുക്കാമെന്നൊക്കെ കരുതിയാണ് ഇറങ്ങിയത്. പക്ഷേ ഒരുപാട് സമയമെടുത്ത് പ്രതീക്ഷിച്ചതുപോലെ പെട്ടെന്നൊന്നും അത് പൊളിച്ചെടുക്കാനൊന്നും പറ്റിയില്ല. അപ്പം അതിനകത്ത് ഞങ്ങൾ കോഴിയൊക്കെ കൊടുത്തതിന് ശേഷം അതിനകത്ത് വിറക് അടുക്കിയിരുന്നു. അങ്ങനെ വിറകൊക്കെ ഞങ്ങൾ എല്ലാം പറക്കി ഫ്രണ്ടിൽ കൊണ്ടുവന്ന് ടാർപ്പായിട്ട് അടുക്കിയായിരുന്നു. അപ്പം ഞായറാഴ്ചയാണ് ആദ്യത്തെ ട്രിപ്പ് സാധനങ്ങൾ പോകുന്ന ഇവന്മാരുടെ കൂടും വിറകും എല്ലാം. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ആ ഷീറ്റും അതിനകത്ത് കുറച്ച് കാറ്റാടിക്കഴിയൊക്കെ ഉണ്ട്, അതും എല്ലാം കൊണ്ടുപോകാമെന്ന് കരുതി. അപ്പോൾ അതുകൊണ്ട് ഇന്ന് മോനും കൂടെ എൻ്റെ കൂടെ നിന്ന് അതും എല്ലാം പൊളിക്കാമെന്ന് കരുതി തുടങ്ങിയത്. രാവിലെ തുടങ്ങി, പക്ഷേ വൈകുന്നേരമായി എല്ലാം ഒന്ന് പൊളിച്ചെടുത്തപ്പം ഞാൻ കരുതി പെട്ടെന്ന് ഇളകി വരുമെന്ന് കരുതി ആ ഷീറ്റെല്ലാം. പക്ഷേ ഷീറ്റെല്ലാം കീറി നശിച്ചു പോയി, കുറേയൊക്കെ അങ്ങ് നശിച്ചു പോയി. അതൊക്കെ ആക്രിക്ക് കൊടുക്കാമെന്നൊക്കെ കരുതിയിട്ട് അതെല്ലാം കീറിപ്പോയതെല്ലാം മാറ്റി. എന്നിട്ടോ അത് ഷീറ്റിനകത്ത് ആണിയും വാഷറും ഒക്കെ വെച്ച് നല്ലപോലെ അടിച്ചു വെച്ചിരുന്നേ. അപ്പോൾ അത് ഇളക്കാൻ ഭയങ്കര പാടായിരുന്നു. ഷീറ്റെല്ലാം കുറേയൊക്കെ അങ്ങ് കീറിപ്പോയി. പിന്നെ വളരെ ശ്രദ്ധിച്ച് ഷീറ്റ് നമുക്ക് പോകുന്നിടത്ത് കോഴിയൊക്കെ വളർത്തുകയാണെങ്കിൽ ഷെഡ് അടിക്കാൻ വേണ്ടി വളരെ ശ്രദ്ധിച്ച് അതൊക്കെ പൊളിച്ചെടുത്തപ്പോഴത്തേനും ഒരുപാട് സമയമായി കേട്ടോ. പിന്നെ അതിനകത്ത് എല്ലാം കെട്ടിയൊക്കെ വെച്ചേക്കൊണ്ട് മുകളിൽ കാറ്റാടിക്കഴ അതെല്ലാം അഴിച്ചു പറക്കണം. അങ്ങനെ ഒരു വലിയ ജോലി തന്നെയായിരുന്നു. പെട്ടെന്ന് ചെയ്ത് തീർക്കാമെന്ന് കരുതിയൊക്കെ ഇറങ്ങിയിട്ട് നടന്നില്ല, ഭയങ്കര പാടായിരുന്നു, കൈവേദനയും എല്ലാം കൂടെ. എന്നിട്ടും അതൊന്ന് തീർത്തിട്ട് തന്നെ ബാക്കി കാര്യമൊന്നും പറഞ്ഞ് തുടങ്ങിയതാണ് കേട്ടോ. പിന്നെ കോഴീനെയൊക്കെ എടുത്ത് 2 കതവ് പോലെയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഇളക്കാൻ ഭയങ്കര പാടായിരുന്നു. അതിനകത്ത് വിജാഗിരിയൊക്കെ ഇളക്കാൻ ഭയങ്കര പാടായിരുന്നു. പിന്നെ അത് ഇളക്കാതെ തന്നെ അത് പൊളിച്ച് കാറ്റാടി കഴിയോടുകൂടി അങ്ങ് മാറ്റി വയ്ക്കുകയാണ് ചെയ്തത്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കാശിക്കുട്ടൻ പിള്ളേരുടെ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നതാണ്. അപ്പം ഇന്ന് അവന്മാരെല്ലാം വെളിയിലാക്കി. നമ്മൾ വെളിയിൽ നിന്ന് ജോലി ചെയ്യുന്നതുകൊണ്ട് അകത്ത് കിടന്ന് നിലവിളിക്കണ്ടെന്ന് കരുതി ചിക്കുവിനെ ഒരു കൂട്ടിലിട്ട് അടച്ച് പിന്നെ പെങ്കൊച്ച് അപ്പുറത്തെ കൂട്ടിൽ പോയി കിടക്കുന്നുണ്ട്. ഗോപൂട്ടനെ വെളി അഴിച്ച് ഇട്ടിട്ടുണ്ട്. അവൻ കൂട്ടിനകത്തൊന്നും കയറത്തില്ല, കൂട്ടി കയറ്റി കഴിഞ്ഞാൽ ഭയങ്കര നിലവിളിയാണ്. അതുകൊണ്ട് അവൻ വെളിയിൽ തന്നെ കിടപ്പുണ്ട്. അപ്പോൾ അവൾ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്, ആകാംക്ഷയോടെ നോക്കുകയാണ് പെങ്കൊച്ച്. അവനെ കണ്ടാൽ ഭയങ്കര സ്നേഹമാണ്, അവൻ്റെ അടുത്ത് ഭയങ്കര സ്നേഹം. അങ്ങനെ അവൻ വന്നപ്പം സ്നേഹത്തോടെ നോക്കിയതിന് ശേഷം ഗോപൂട്ടൻ ഇവിടെ തന്നെ കിടപ്പുണ്ട്. എപ്പോഴും വെളിയിൽ തന്നെ വിടണം, വെളിയിൽ വിട്ടില്ലെങ്കിൽ ഇച്ചിരി നേരം കതവടച്ച് ഭാരിക്കകത്തിട്ടാലും അങ്ങ് ബഹളം തന്നെ ചെറുക്കൻ. അങ്ങനെ പിന്നെ കുറച്ചൊക്കെ ഷീറ്റൊന്ന് പൊളിച്ച് മാറ്റിയിട്ട് ബാക്കി അതിൻ്റെ മുകളിലത്തെ കാറ്റാടിക്കഴയൊക്കെ ഒന്ന് അഴിച്ചെടുക്കുകയാണ്. മൊത്തം ഉറുമ്പൊക്കെ കയറി. പിന്നെ എലിയാണെങ്കിൽ ടാർപ്പ മൊത്തം കടിച്ച് കയറിയിട്ട് ആ വിറക് വെച്ചിരുന്ന സമയത്ത് അതിനകത്ത് അകത്തു നിന്നൊക്കെ ഓരോന്ന് എടുത്തുകൊണ്ട് വന്ന് അതിൽ വെച്ചായിരുന്നു തിന്നുന്നത്. പിന്നെ അതിനെ പിടിക്കാൻ ചേര കയറും, അങ്ങനെ ഒരു ബഹളം തന്നെ ആയിരുന്നു. ആ ടാർപ്പയെല്ലാം കടിച്ച് കയറി നശിപ്പിച്ച് അങ്ങനെയൊക്കെ അത് നശിപ്പിച്ചിട്ടേക്കുമായിരുന്നു. ഇനി അതെല്ലാം ഒന്നേന്ന് അഴിച്ചു വറുക്കണം. പിന്നെ അതിൻ്റെ മുകളിൽ മഴ പെയ്ത് വെള്ളം കെട്ടി നിൽക്കുന്നതുകൊണ്ട് ഞാൻ അവിടെ ഇവിടെ എല്ലാം കുറേ കമ്പൊക്കെ പറക്കി വെച്ചിട്ടുണ്ട്. അതെല്ലാം ഉണങ്ങിനി നമുക്ക് തീ എരിക്കാൻ വേണ്ടി അതെല്ലാം പറക്കി അടുക്കണം. അങ്ങനെ ഒത്തിരി ജോലി ഉണ്ടായിരുന്നു.
ആദ്യം കരുതി ഇതൊക്കെ ഒരു നിസ്സാരമാണെന്നും പറഞ്ഞ് തുടങ്ങിയതാണ്. പക്ഷേ പറ്റിയില്ല. ഒരുപാട് ജോലി ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് കൈയൊക്കെ കഴിച്ച് ഭയങ്കര വേദനയായിരുന്നു. പിന്നെ കാശിക്കുട്ടനൂടെ സഹായിച്ചെന്ന്, അവനെ കൊണ്ട് പറ്റുന്നത് പോലെ അവൻ എനിക്കെല്ലാം സഹായിച്ചു തന്നു. പിന്നെ ഒരു ഉച്ചയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ആ ഷീറ്റൊക്കെ ഒന്ന് ഇളക്കിയെടുത്ത് ഒന്ന് വൃത്തിയാക്കി. എന്നിട്ട് 2:30 കഴിഞ്ഞിട്ടാണ് കേട്ടോ ഇത്തിരി പഴങ്കഞ്ഞി കുടിച്ചത്. അങ്ങനെ ഞാൻ പഴങ്കഞ്ഞി കുടിച്ച് കാശിക്കുട്ടൻ രാവിലത്തെ 2 ചപ്പാത്തി കഴിച്ചു. ഞാൻ ചോറിന് കറിയൊന്നും വെച്ചിട്ടില്ലായിരുന്നു. പിന്നെ ഒരു 5:30 കഴിഞ്ഞപ്പോഴത്തേനും നമ്മളെല്ലാം പൊളിച്ച് വിറകെല്ലാം അടുക്കി തൂത്ത് വൃത്തിയാക്കി ഞാനും മോനും കൂടെ. പിന്നെ കുളിച്ചിട്ടൊക്കെ വന്നിട്ട് ചായ ഇടാൻ വെക്കുകയാണേ. അപ്പോൾ അവന്മാർക്കുള്ള പാല് ആദ്യം തിളപ്പിച്ച് മാറ്റിയതിന് ശേഷം നമുക്ക് ചായ ഇടാന്ന് വെച്ചിട്ട് തോനെ ചായ ഇടാമെന്ന് കരുതി. അത്രയ്ക്ക് വിശപ്പും ദാഹവും ഒക്കെ ആയിരുന്നു കേട്ടോ. ഒരുപാട് ജോലി ഉണ്ടായിരുന്നല്ലേ. എല്ലാം അടുക്കി പറക്കി തൂത്തുവാരി കഴിഞ്ഞപ്പോഴത്തേന് അങ്ങ് തളർന്ന്. പിന്നെ ചിക്കുവിനെ വൈകുന്നേരം ഒന്ന് അഴിച്ചു വിട്ടത്. അതുവരെ അവൻ കൂട്ടിലായിരുന്നു. പിന്നെ അവൻ എവിടെ അഴിച്ചു വിട്ടാലും എല്ലായിടവും പോയി മൂത്രം ഒഴിക്കുന്ന ഒരു പതിവാണ്. അങ്ങനെ അവിടെയൊക്കെ കളിച്ച് നടപ്പുണ്ടാവേ. പിന്നെ ഞാൻ വൈകുന്നേരം ബിസ്ക്കറ്റും പപ്സും ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അമ്മമാരുടെ ബിസ്ക്കറ്റൊക്കെ ഒരു ടിന്നിനകത്ത് ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചായയൊക്കെ റെഡിയായി. അവരുടെ പാലൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ചാനലിലെ വീഡിയോസൊക്കെ കാണുന്ന കൂട്ടുകാർ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാമേ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് കമൻറ്റിൽ ലത ചേച്ചി ചോദിച്ചായിരുന്നു എങ്ങോട്ടാണ് പോകുന്നത്, എന്താ പോകുന്നതിന് കാരണമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. എല്ലാ വീഡിയോയിൽ കൂടെ പറയാമേ ചേച്ചി. പോണത് ഇവിടുന്ന് കുറച്ച് അപ്പുറത്താണ്. അപ്പോൾ വീടൊക്കെ നമ്മൾ കാണിക്കാം. അപ്പോൾ എല്ലാം പറയാമേ. ആരാ എൻ്റെ കൊച്ചിനെ പൂട്ടിയിട്ടേ? എൻ്റെ പൊന്നിനെ പൂട്ടിയിട്ടേ ആരാടി? ചിക്കു ആണോ? ഏമോനെ? ആ ആണോ ആണോ ചിക്കു ആണോ? അമ്മ അടിക്കാൻ ചിക്കുവിനെ, അമ്മ അടിക്കാൻ ചിക്കുവിനെ. മോട്ടറൊക്കെ ഇട്ടിട്ട് വരട്ടെ. ആ നീ അല്ലേ എപ്പോഴും വെളിയിൽ കിടന്ന് ഓടുന്നേ? ചിക്കുവിനെ ഇച്ചിരി സമയമല്ലേ അയച്ചു വിടുന്നോള്. അപ്പം ഇത്തിരി വെളിയിൽ നിൽക്കട്ടെ. ഏടാ ഗോപുട്ടാ, നല്ല കൊച്ചല്ലേ ഇത്? നല്ല കൊച്ചല്ലേ അല്ലി? ഇതാ വരുന്ന